അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലെവലിൽ സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഒരു ലൂട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കഥ ഒന്ന് അടച്ചു കേട്ടോ. എന്ന് വെച്ചാൽ വോയിസ് കയറും, ഭയങ്കര വോയിസാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാം. ആദ്യമേ തന്നെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് 3600 രൂപ കിട്ടത്തില്ല എന്നും പറഞ്ഞ് കമൻറ്റ് ഇടാൻ വരുന്നവർ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് സൈഡിൽ പ്രൂഫ് കാണിക്കാം. ലൈവായിട്ട് തന്നെ പേടിഎം തുറന്നിട്ട് കാണിച്ചു തരാം. 3600 രൂപ എൻ്റെ പേടിഎമ്മിൽ റിസീവ് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സൈഡിൽ കാണാം. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൂഫ് ഞാൻ അയച്ചു തരാം. ഓക്കെ, പക്കയാണ്, പേയ്മെൻറ്റ് പക്കയാണ്, ലൈഫ് ടൈം ലൂട്ടാണ്, അടിപൊളി ലൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൈഡിൽ പ്രൂഫ് കണ്ടുകൊണ്ടല്ലോ, ലൈവായിട്ട് ഞാൻ പേയ്മെൻറ്റ് തുറന്ന് കാണിക്കുന്ന പ്രൂഫ് കണ്ടുകാണുമല്ലോ. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങളുടെ പേടിഎമ്മിൽ KYCയുടെ കാര്യമേ ഇല്ല. KYCയോ പേടിഎം ബാങ്ക് അക്കൗണ്ടോ ഒരു അക്കൗണ്ടും വേണ്ട. നിങ്ങൾക്ക് പേടിഎം നമ്പരും അതേപോലെ തന്നെ പേടിഎം അക്കൗണ്ടും ഉണ്ടോ അത് മതി. നിങ്ങളുടെ പേടിഎമ്മിലേക്ക് 3600 രൂപ പക്കയായിട്ട് തന്നെ റിസീവ് ആകും. പക്ഷേ നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും എന്നും പറഞ്ഞ് അങ്ങ് ഫുൾ ടൈം പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ടൈമുണ്ട്, അതായത് അവർ നമുക്ക് മെസ്സേജ് തരും. ആ മെസ്സേജ് വരുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കയറി ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അതാണ് പണി എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് നാൾ ഇതേപോലെ അവർ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ വിഡ്രോ അടിച്ചെടുക്കാം. ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണം എന്ന് വെച്ചാൽ കുറേ പേര് വീഡിയോ കാണാതെ ജസ്റ്റ് പോയിട്ട് കമൻറ്റ് ചെയ്യും, എത്ര മാസം പണിയെടുക്കണം, എത്ര ദിവസം പണിയെടുക്കണം, KYC വേണം. അതുകൊണ്ടാണ് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായാലും നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നത് ക്രിസ്മസ് കൂടിയല്ലേ, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. പിന്നെ ലൈക്ക് അടിക്കുന്നതിൻ്റെ കാര്യം പറയാൻ വേണ്ട, ലൈക്ക് മസ്റ്റാണ്. സോ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്കാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. നമ്മുടെ ഈ ഒരു ലൂട്ടിൻ്റെ പേരെന്ന് പറയുന്നത് യു ഗവൺമെൻറ് എന്നാണ്. ഇത് ലൈഫ് ടൈം ലൂട്ടാണ്. എപ്പോൾ വേണമെങ്കിലും വിഡ്രോ അടിക്കും. ഇത് 3-4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളടത്ത് നിങ്ങളെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ID ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഇമെയിൽ ID, ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിൽ ID അവിടെ കൊടുക്കുക. ചൂസ് എ പാസ്വേഡിനുള്ള ഓപ്ഷനിൽ ഇമെയിൽ IDയുടെ പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള പാസ്വേഡ്, നിങ്ങൾ മറന്നു പോകാതെ ഉള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക. ഓക്കെ, രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ കയറുക, യു ഗവൺമെൻറ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ വരും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും യു ഗവൺമെൻറ് ആപ്ലിക്കേഷൻ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കയറുക. അതായത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ലോഗിൻ ചെയ്ത് കയറുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 8 MB ഉള്ള ആപ്ലിക്കേഷൻ. അതുകൊണ്ട് കൂടുതൽ MB ഒന്നും വേസ്റ്റ് ആയി പോകത്തില്ല. പിന്നെ 1 million+ ഡൗൺലോഡ്സ് ഉണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. 1 million+ ആൾക്കാർ ഇപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ക പേയ്മെൻ്റ് ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ വെരിഫൈഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ട്രസ്റ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളെ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തത് വെച്ച് ലോഗിൻ ചെയ്ത് കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ അതിനകത്ത് ഇപ്പോൾ 1820 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് അങ്ങനെയൊന്നും കിട്ടത്തില്ല. സൈൻ അപ്പ് ബോണസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, ഓർമ്മയില്ല. എന്തായാലും ഞാൻ അത് സ്വന്തമായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്തതാണ്. നമുക്ക് വലിയ ടാസ്ക് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഹോം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ നമുക്ക് സർവേ തരും. അതായത് സർവേ എല്ലാ ദിവസവും വരത്തില്ല, ചിലപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അങ്ങനെ സർവേ തരുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സെറ്റായല്ലോ. പിന്നെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഉണ്ടല്ലോ, ആ മെയിലിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മളുടെ ഈ ഒരു ആപ്പിനകത്ത് സർവേ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, യു ഹാവ് ഗോട്ട് എ സർവേ എന്ന് പറഞ്ഞിട്ട് ആപ്പിനകത്ത് സർവേ വരും. ആപ്പിനകത്തും വരും, നമുക്ക് മെയിലായിട്ട് അവർ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്പിനകത്തും വരും, അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരും. അപ്പോൾ നമ്മൾ ആ സർവേയിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ ആ ഒരു റിവാർഡ്സിൻ്റെ മെയിലിൽ തന്നെ കാണാൻ പറ്റും നമുക്ക് സർവേ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള രീതിയിൽ നിങ്ങൾ സർവേ കംപ്ലീറ്റ്. സർവേ എന്ന് പറയുന്നത് നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ
നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചു, എന്നിട്ട് അവിടെ കുറച്ച് ഓപ്ഷൻ ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അവസാനം തീരും, സംഭവം തീർന്നു. അപ്പോൾ പോയിൻ്റ് ആഡ് ആവും. പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 10, 50, 100 പോയിൻറ്റ്, 150 അങ്ങനെയൊക്കെ കിട്ടുന്നത് ഓരോ സർവേക്ക് ഓരോ പോയിൻ്റാണ്. ഇനി വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ റിവാർഡ്സ് എന്ന പറഞ്ഞ സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ Paytm 3600 രൂപ 5000 പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ സർവേ ചെയ്ത് 5000 പോയിൻറ്റ്സ് ഏൺ ചെയ്യണം. ഓക്കെ, 5000 പോയിൻറ്റ്സ് ഏൺ ചെയ്താൽ Paytmലേക്ക് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് അല്ല, ഒരു മാസം എടുത്തു എനിക്ക് വിഡ്രോ കിട്ടാൻ. സോ ഒരു മാസത്തോളം എടുക്കും വിഡ്രോ കിട്ടാൻ. ഓക്കെ, ഇപ്പം അങ്ങനെയാണ് സംഭവം വരുന്നത്. ഒരു മാസത്തോളം നമുക്ക് എടുക്കും വിഡ്രോ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ Paytm തുറന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ലൈവായിട്ട് Paytm തുറന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ കണ്ടില്ല, ഹോം അടിച്ചിട്ട് Paytm തുറന്നു എടുത്ത് കാണിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിഡ്രോ അടിച്ചതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിൽ തന്നെ കാണാൻ പറ്റും. എനിക്ക് ഒരു മാസം എടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റോ അല്ലെങ്കിൽ 24 ഹവേഴ്സോ 48 ഹവേഴ്സോ ഒന്നുമല്ല, ഒരു മാസം 1.5 മാസം അതിനകം തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആകും. അപ്പോൾ നമ്മൾ 5000 പോയിൻറ്റ്സ്, ഈ ഒരു 5000 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഇപ്പോൾ റെഫർ ആൻഡ് ഏൺ ഓപ്ഷൻ ഇല്ല. അവർ റെഫർ ആൻഡ് ഏൺ ഓപ്ഷന് അവർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് റെഫർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെൽഫായിട്ട് ക്യാഷ് നമ്മൾ സെൽഫായിട്ട് ഈ ഒരു സർവേ ചെയ്തിട്ട് വേണം ഏണിങ്സ് ഉണ്ടാക്കാൻ. അതാണ് മെയിൻ ഏണിങ്സ്. അതുകൊണ്ട് റെഫർ ഏണിങ്സ് ഇല്ല. സോ നിങ്ങൾ കയറിയാൽ എനിക്ക് 1 രൂപ പോലും കിട്ടത്തില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. 1 രൂപ പോലും എനിക്ക് കിട്ടത്തില്ല, നിങ്ങൾക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് മാട് പോലെ ഒന്നും പണി എടുക്കണ്ട. ആ ഒരു സർവേ വരുന്ന സമയത്ത് കയറി ചെയ്യുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം സർവേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോയിൻറ്റ്സ് ആഡാകും. നിങ്ങൾ പോവുക, എന്നിട്ട് സർവേ വരുന്നതനുസരിച്ച് ചെയ്യുക. 5000 പോയിൻറ്റ്സ് ആകുമ്പോൾ 3600 വിഡ്രോ അടിക്കുക. ലൈഫ് ടൈം ലൂട്ട്. ഓക്കെ, അടിപൊളി ലൂട്ടാണെന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഈ ഒരു തൊപ്പി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ലൈക്ക് തരണേ നിങ്ങൾ എന്തായാലും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.